Morning, dear students. Today we are going to discuss a poem which is translated by Professor K. Ayyappa Panikar and which is actually written by Chamanam Chacko, and it is Rice. Before moving on to the poem, let me read the read and enjoy part. Towards the close of her speech, Wangari Maathai nostalgically recalls the natural world which she inherited from her parents and which has come to devastation with the passage of time. We cannot but share the sentiments of the Nobel laureate. Think of the condition of our state. What has happened to the vast stretches of waterlogged paddy fields and the creatures living around us in comfort? Why are we not self reliant in the production of food materials? Read the poem and find out the way a poet looks at these issues. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വാങ്കാരി മാതായുടെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു അവരെത്ര നൊസ്റ്റാൾജിക്കലായിട്ടാണ് അവരുടെ കുട്ടിക്കാലത്തുള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ചും അവരുടെ നാടിനെക്കുറിച്ചുമൊക്കെ പറയുന്നത് അല്ലേ. അവർ തന്നെ പറയുന്നു കാലം കടന്നു പോയപ്പോൾ ആ ഭംഗിയൊക്കെ പ്രകൃതിക്ക് നഷ്ടപ്പെട്ടു എന്ന്. നമ്മുടെ നാടിനെക്കുറിച്ച് ആലോചിച്ചാലോ അത് തന്നെയാണ് അവസ്ഥ. നിങ്ങളുടെ പാരൻസൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഭംഗിയും കാലാവസ്ഥയിൽ തന്നെ ചേഞ്ചസ് ഉണ്ട് അല്ലേ. നമ്മുടെ പാരൻസ് പറയും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ മഴയായിരുന്നു, അത് കഴിഞ്ഞിട്ട് വെയിലാണ് ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥയാണ്. ഇന്ന് മഴയാണെങ്കിൽ നാളെ ചിലപ്പോൾ വെയിലായിരിക്കും. ഹാവ് യു എവർ തോട്ട് വൈ ഇസ് ദിസ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് പ്രകൃതിയിലുണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പത്രം കാണുകയാണെങ്കിൽ നിത്യേന എന്നോണം നമുക്ക് ഓരോ പ്രക്ഷോഭങ്ങൾ പത്രത്തിൽ കാണാൻ പറ്റും. വയലുകളൊക്കെ മണ്ണിട്ട് നികത്തി അവിടെ ബിൽഡിങ് പണിയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ നമ്മുടെ ബെറ്റർ ലൈഫിന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ പ്രകൃതിയെ യാതൊരു ചിന്തയുമില്ലാതെ നശിപ്പിക്കുന്നതിലൂടെ ക്യാൻ വി ഹാവ് എ ബെറ്റർ ലൈഫ്? നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമോ? ഇല്ല അല്ലേ. ഈ പ്രകൃതി എത്രമാത്രം ബാലൻസ്ഡ് ആണോ അതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ജീവിതം സാധ്യമാവുകയുള്ളൂ. മലയാളത്തിൽ വളരെ പ്രശസ്തമായൊരു കവിതയുണ്ട്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. കേട്ടിട്ടില്ലേ നിങ്ങളും? അപ്പോൾ നമ്മൾ ഈ എൻറ്റയർ യൂണിറ്റ് മുഴുവൻ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൈസ് എന്ന നമ്മുടെ പോയത്തിലേക്ക് പോവാം. Let me read it first. I come home at the end of 4 years of research in North India, having earned a doctoral degree and generous praise for my work on making toys with husk. Bored with eating chapatis day after day, I am eager to eat a meal of Atikira rice. So the speaker of the poet എന്ന് തന്നെ നമുക്ക് പറയാം. The speaker, he is coming back to home after 4 years. ഹി വാസ് സ്റ്റഡിയിങ് ഇൻ നോർത്ത് ഇന്ത്യ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുകയായിരുന്നു അദ്ദേഹം, സ്പീക്കർ അല്ലെങ്കിൽ പോയറ്റ്. അദ്ദേഹം 4 വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. വെറും കൈയോടെ അല്ല വരുന്നത്. ഹി ഹാസ് ഏൺഡ് എ ഡോക്ടറൽ ഡിഗ്രി, ഒരു ഡോക്ടറേറ്റ് ഉണ്ട്. എന്തിലാണ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്? മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക് ഉപയോഗിച്ച് ടോയ്സ്, കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്, ഇതായിരുന്നു. അതിനൊരുപാട് അപ്രീസിയേഷനും അദ്ദേഹത്തിന് കിട്ടി. ഹസ്ക് എന്ന് വെച്ചാൽ പുറന്തോട്, ഉമി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ചകിരിത്തൊണ്ടിനും ഹസ്ക് എന്ന് പറയും. ഇത് ഉപയോഗിച്ചിട്ട് ടോയ്സ് ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ആൻഡ് ഹി സെസ് ദാറ്റ് ലിവിങ് ഇൻ നോർത്ത് ഇന്ത്യ ഹി വാസ് ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ. ഡെയിലി ചപ്പാത്തി തിന്ന് മടുത്തിട്ടാണ് അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. ആൻഡ് ഹി വാസ് ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കിര റൈസ്. അത്തിക്കിര റൈസ് കൊണ്ടുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. ഇറ്റ് വിൽ ബി ദ പ്ലാന്റിംഗ് സീസൺ വെൻ ഐ ഗെറ്റ് ദർ ആൻഡ് മൈ ഫാദർ, ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻ വിത്ത് യെല്ലോ മഡ്, excited about the waters of the Warangal Canal, will greet me from the fields below our house, amidst the shouts of plowing with several oxen. ഇനി നാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും നാട് തന്നെ സ്വീകരിക്കുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഡ്രീം ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനാണ് എങ്ങനെ അച്ഛനും വീട്ടുകാരും തന്നെ സ്വീകരിക്കുമെന്നുള്ളത്. എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം. ഞാൻ അവിടെ എത്തുമ്പോൾ അത് പ്ലാന്റിംഗ് സീസൺ ആയിരിക്കും. നടീൽ സമയത്തായിരിക്കും ഞാൻ നാട്ടിലെത്തുക.
അപ്പോൾ ഫാദർ എന്ത് ചെയ്യായിരിക്കും? He will be excited about the waters of the Varanangal canal will greet me. അവിടെ കനാലിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന ഹാൻഡ്ലൂം തൂത്തി മുഴുവൻ യെല്ലോ മഡ് കൊണ്ട് കുഴച്ച രീതിയിൽ നിൽക്കുകയായിരിക്കും ഫാദർ. ഹീ വിൽ ഗ്രീറ്റ് മീ ഫ്രം ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്. നമ്മുടെ വീടിൻ്റെ താഴെയുള്ള വയലിൽ നിന്ന് അദ്ദേഹം എന്നെ ഗ്രീറ്റ് ചെയ്യും. amidst the shouts of plowing with several oxen. അവിടെ ഒരുപാട് കാളകളുണ്ടാവും, അവരുമായിട്ട് നിലം ഉഴുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ ശബ്ദത്തിൻ്റെ ഇടയിൽ കൂടി അദ്ദേഹം എന്നെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഓതറിൻ്റെ അല്ലെങ്കിൽ പോയറ്റിൻ്റെ സ്വപ്നങ്ങളാണ് കേട്ടോ. നാട്ടിലേക്ക് വരുമ്പോൾ ഹൗ ദ വില്ലേജ് വെൽക്കം മീ എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. The oxen will stop when they see me, walking with my suitcase, and my father, without smiling the smile slowly forming on his lips, will call from the field, "And when did you start from there?" അപ്പോൾ എന്താ പറയുന്നത്? എന്നെ കാണുമ്പോൾ ഓക്സനൊക്കെ പണി നിർത്തിയിട്ട് എന്നെ നോക്കും. കാളകളൊക്കെ പണി നിർത്തിയിട്ട് ഇതാരാ വന്നത് എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് നോക്കും. എൻ്റെ സ്യൂട്ട് കേസുമായിട്ട് ഞാൻ നടക്കുമ്പോൾ അച്ഛൻ ചെറുതായിട്ടൊന്ന് ചിരിക്കും. പൂർണ്ണമായിട്ടൊരു പുഞ്ചിരിയല്ല, ചെറുതായിട്ടൊന്ന് ചിരിക്കും. എന്നിട്ട് എന്നോട് ചോദിക്കും, നീ എപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്? ഇത് ഇപ്പോഴത്തെ ഫാദേഴ്സിൻ്റെ ഒരു പിക്ചർ നമുക്ക് ഇങ്ങനെ അല്ല കിട്ടുക അല്ലേ. ഇപ്പോൾ ഒക്കെ ഫാദേഴ്സും കുട്ടികളൊക്കെ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. പണ്ടൊക്കെ ഉള്ള അച്ഛന്മാരാണെങ്കിൽ പരിക്കൻ സ്വഭാവമായിരിക്കും. ഉള്ളിൽ നല്ല സ്നേഹം വെച്ചിട്ട് പുറമേക്ക് അധികം ചിരിക്കാതെ പരിക്കനായിട്ട് നിൽക്കുന്ന രീതിയായിരിക്കും അല്ലേ. അതുപോലുള്ളൊരു അച്ഛനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. സ്മൈലിംഗ് വിതൗട്ട് സ്മൈലിംഗ് ദ സ്മൈൽ സ്ലോലി ഫോമിങ് ഓൺ ഹിസ് ലിപ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ നല്ലോണം പുഞ്ചിരിക്കുന്നില്ല, ചുണ്ടിൽ പതിയെ വിടർന്നു വരുന്നേ ഉള്ളൂ പുഞ്ചിരി. ആ രീതിയിൽ അദ്ദേഹം എന്നോട് ചോദിക്കും, നീ എപ്പോഴാണ് യാത്ര തുടങ്ങിയത്? My little brother, carrying the tender saplings to be planted in the field where the plowing is done, will run when he sees me and call out loud within earshot of the house, "Mother, brothers arrived." അപ്പോൾ എൻ്റെ ചെറിയ ബ്രദർ വരും. എങ്ങനെയാണ് അവൻ വരുന്നത്? പാടത്ത് നടാനുള്ള ചെറിയ തൈകളുമായിട്ട് അവൻ വരികയായിരിക്കും. അപ്പോഴാണ് അവൻ എന്നെ കാണുന്ന ഉടനെ തന്നെ അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് അവൻ ഉറക്കെ പറയുന്നുണ്ട്, എന്താണ്? മദർ, ബ്രദർ ഹാസ് അറൈവ്ഡ്. ബ്രദർ വന്നിട്ടുണ്ട് അമ്മേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ ഓടി വരും. വാക്കിംഗ് കോഷ്യസ്ലി അലോങ് ദ ഡൈക്ക് so as not to upset the baskets full of seed, I'll reach home in good time at last, just as my mother drains the well-cooked rice. Oh train, will you run a little faster? Let me get home quickly and eat my fill. ഞാൻ ആ ഡൈക്ക് മീൻസ് വരമ്പ്, പാടത്തിൻ്റെ വരമ്പ്, പാടവരമ്പിലൂടെ വളരെ ശ്രദ്ധയോടുകൂടി വീട്ടിലേക്ക് പോവും. എന്തിനാണ് അങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നത്? അവിടെ നടിയിൽ സീസണാണല്ലോ, അപ്പോൾ ഫുൾ ഓഫ് സീഡായിരിക്കും, വിത്തുകളുണ്ടാവും. ആ വിത്തുകളൊന്നും തട്ടിമറിച്ചിടാതെ ഞാൻ ശ്രദ്ധിച്ച് വീട്ടിലെത്തും. ആൻഡ് ഇറ്റ് വിൽ ബി എ ഗുഡ് ടൈം. നല്ലൊരു സമയത്താണ് ഞാൻ വീട്ടിലെത്തുക. ജസ്റ്റ് ആസ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. നന്നായി വെന്ത അതികിര റൈസ് എൻ്റെ അമ്മ ചോറ് വാർത്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ അവിടെ എത്തും. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ. ദെൻ അദ്ദേഹം പറയാണ്, ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ? ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. ട്രെയിൻ, ഒന്ന് വേഗം എന്നെ വീട്ടിലെത്തിക്കൂ. എനിക്ക് വേഗം വീട്ടിലെത്തിയിട്ട് വേണം വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ. ഇനി സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഫസ്റ്റ് പാർട്ട് മുഴുവൻ പോയറ്റിൻ്റെ സ്വപ്നങ്ങളാണ്. നാട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും, എൻ്റെ എന്തൊക്കെ ചെയ്യും, അവരെന്നെ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്രീമാണ്. ഇനി സെക്കൻഡ് പാർട്ട് റിയാലിറ്റി. അദ്ദേഹം നാട്ടിലെത്തിയതിന് ശേഷം കാണുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദ ബസ് സ്റ്റോപ്സ് ഓൺ ദ റോഡ് അക്രോസ് ഫ്രം ദ ഹൗസ്. വെൻ ഐ ലെഫ്റ്റ് ദിസ് പ്ലേസ്, palm thatched houses could be seen in the distance on the right, but now there is nothing except for trees. How the place has changed. അപ്പോൾ എന്താണ്? അവസാനം അദ്ദേഹം നാട്ടിലെത്തി, ബസ് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ നാട് വിട്ടു പോകുമ്പോൾ, 4 വർഷം മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ കുറേ ദൂരെയൊക്കെ ഓലമേഞ്ഞ വീടുകൾ കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല, കുറേ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൗ ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ്. എന്തു മാറ്റമാണ് എൻ്റെ നാടിന് സംഭവിച്ചത്. റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ ഹൈറ്റ്
now stand in rows around me on the ridge, where modern and Vellaran used to be sown and confuse my path as I walk home. ചുറ്റുഭാഗത്തും റബ്ബർ പ്ലാന്റ്സ് ആണ്. റബ്ബർ മരങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഹൈറ്റിനെക്കാട്ടിലും ഇരട്ടി വലുപ്പത്തിൽ വലുതായി നിൽക്കുന്നുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് അവിടെ എന്തായിരുന്നു, മോഡനും വെള്ളാരനും ഒക്കെ ആയിരുന്നു നട്ടിരുന്നത്. മോഡനും വെള്ളാരനും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെറൈറ്റീസ് ഓഫ് പാഡിയാണ്, നെല്ലിൻ്റെ വെറൈറ്റികളാണ്. ഇതൊക്കെ നട്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എവിടെ നോക്കിയാലും റബ്ബർ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ കൺഫ്യൂസ് മൈ പാത്ത് ആസ് ഐ വാക്ക് ഹോം. വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് വഴി തെറ്റിപ്പോകുന്നു. There is no bustle of men below, no shouts of plowing, and when I look, the whole field is planted over with arecanut palms, and in the corner along the canal stand the dealwood trees. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ പ്രതീക്ഷിച്ച പോലെ അവിടെ എവിടെയും ആളുകളുടെ ശബ്ദമോ തിരക്കോ ഒന്നുമില്ല. നിലമുഴുകുന്നതിൻ്റെ യാതൊരു ശബ്ദവും അവിടെ ഇല്ല. പാടം മുഴുവൻ കമുകും ഡീൽവുഡ് ട്രീസും ഒക്കെയാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഐ എൻ്റർ ദ ഹൗസ് ബിയോണ്ട് ദ സദേൺ വിങ്. മൈ ഫാദേഴ്സ് വാച്ചിങ് ദം ഫിക്സ് അപ്പ് ദ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. ഹൗ ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് ദ ലുക്ക് ഓൺ ഹിസ് ഫേസ്. അങ്ങനെ നടന്ന് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ എന്ത് ചെയ്യാണ്, ഒരു മെഷീൻ ഫിക്സപ്പ് ചെയ്യാണ്. മെഷീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനുള്ള മെഷീനാണ്? റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, ഹി വാസ് വെരി ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ്. വളരെ സന്തോഷവാനും സംതൃപ്തനുമാണ് അദ്ദേഹം എന്ന് ആ മുഖം കണ്ടാൽ അറിയാം. മൈ ഫാദർ സെസ് വിത്ത് ഒബ്വിയസ് പ്രൈഡ്, സൺ, വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. The farmer gained nothing, only fools turn to rice farming for gain. This is better money, wood, good times. The government gives rice to those who don't have paddy fields. അപ്പോൾ അച്ഛൻ അദ്ദേഹത്തോട് പറയുകയാണ്, നമ്മൾ വയലിൽ നെല്ല് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. അതൊന്നും ശരിയാവുന്ന പണിയല്ല അതൊന്നും. കർഷകനൊന്നും തിരിച്ച് കിട്ടുന്നില്ല. ഇപ്പോൾ മണ്ടന്മാരാണ് ഇതൊക്കെ ചെയ്യുക. ഫാമിംഗ് ഒക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ ചെയ്യുന്നത് മണ്ടന്മാരാണ്. കാരണം അതിൽ നിന്ന് ദർ ഇസ് നോ ഗെയിൻ, നേട്ടമൊന്നുമില്ല. ഇങ്ങനെ പാം ട്രീസും അരീക്കനട്ട് പാംസും റബ്ബർ പ്ലാന്റ്സൊക്കെ നടുന്നതാണ് കൂടുതൽ പൈസ കിട്ടുന്നത്. അതുമാത്രമല്ല, വയലുകളില്ലാത്തവർക്ക് അരി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അതിക്കിര റൈസ്. ഹി ഹാസ് ക്യാരിയിങ് ദ റേഷൻസ് ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. He trips over something and scatters the wheat all over the yard. അപ്പോൾ അതിക്കിര റൈസ് കഴിക്കാൻ വേണ്ടി ഈഗറായിട്ട് കാത്തു നിൽക്കുന്ന എൻ്റെ മുന്നിലേക്ക് ബ്രദർ വന്നു. എന്തുമായിട്ടാണ്? റേഷനുമായിട്ടാണ്. വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റേഷനുമായിട്ടാണ് ബ്രദർ കയറി വന്നത്. റേഷനുമായിട്ട് വരുന്ന വഴിയിൽ അവൻ എവിടെയോ തട്ടിത്തടഞ്ഞ് വീണിട്ട് കയ്യിലുള്ള ധാന്യങ്ങളൊക്കെ അവിടെ ചിതറിപ്പോയി. Above us a ship of the sky roars northwards, drowning my brother's loud cries. The chief minister is off like an arrow to the center to clamor for more grains. Now flying high above the cash crops, now growing tall like the trees, since no one here promotes the farming of rice. അപ്പോൾ ഒരു ഷിപ്പ് ഓഫ് ദ സ്കൈ ഞങ്ങളുടെ തലക്ക് മുകളിലൂടെ പോകുന്നു. ഷിപ്പ് ഓഫ് ദ സ്കൈ എന്തായിരിക്കും? ആകാശത്തിലെ കപ്പൽ. ഡെഫിനറ്റ്ലി എയ്റോപ്ലെയിൻ ആയിരിക്കും അല്ലേ? അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പം നേരത്തെ തട്ടി വീണ ബ്രദർ അവിടെ കിടന്ന് കരയുന്നുണ്ട്. അവൻ്റെ ആ ശബ്ദത്തെയൊക്കെ മുക്കിക്കളഞ്ഞുകൊണ്ട് പ്ലെയിനിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ പോയിട്ട് ഇമാജിൻ ചെയ്യാണ്, ഇറ്റ് മസ്റ്റ് ബി ചീഫ് മിനിസ്റ്റർ ആയിരിക്കും അതിലുള്ളത്. അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് പോവുമായിരിക്കും. എന്തിനാണ്? ടു ആസ്ക് ഫോർ മോർ ഗ്രെയിൻസ്, കൂടുതൽ ധാന്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? ഇപ്പോൾ ഇവിടെയൊക്കെ ക്യാഷ് ക്രോപ്സ് ആണല്ലോ ഉള്ളത്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളത്. ഫുഡ് ക്രോപ്സ് ഇല്ല. നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയ വിളകളൊന്നും ഇപ്പോൾ ആരും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, കൂടുതൽ ധാന്യങ്ങൾ കൊടുക്കാൻ വേണ്ടി അത് ചോദിക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ചീഫ് മിനിസ്റ്റർ പോകുന്ന പ്ലെയിൻ ആയിരിക്കും അത് എന്ന് പോയിട്ട് കുറച്ച് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ഐ ഡോണ്ട് നോ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ഡോക്ടറൽ ഡിഗ്രി കിട്ടിയിട്ടുള്ളത് ഹസ്കിൽ നിന്ന് ടോയ്സ് ഉണ്ടാക്കിയിട്ടാണ് അല്ലേ? ചകിരിത്തൊണ്ടിൽ നിന്നൊക്കെ ടോയ്സ് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തിന് ഡോക്ടറൽ ഡിഗ്രി കിട്ടിയത്. ഇനി അതിനുള്ള ഹസ്ക് കൂടി
സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുതരുമോ? കാരണം ഇവരിപ്പോൾ തെങ്ങ് കൃഷി ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതും കൂടി അവിടെ നിന്ന് കിട്ടുമോ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം അവസാനിക്കുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് പെരിഫറലായിട്ട് നോക്കുമ്പോൾ വളരെ തമാശ നിറഞ്ഞ കുറച്ച് കളിയാക്കിക്കൊണ്ടുള്ള ഒരു പോയമാണെങ്കിൽ കൂടി ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ മുതൽ പൂക്കൾ വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. നമുക്ക് സെൽഫ് റിലയൻസ് ഇല്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും സെൽഫ് റിലയൻ്റ് ആവാൻ പറ്റുന്നില്ല. മുൻപ് നമ്മളായിരുന്നു. ഇനി യു ആർ ദ ഫ്യൂച്ചർ ജനറേഷൻ. തിങ്ക് അബൌട്ട് ഇറ്റ് വെരി സീരിയസ്ലി. Okay, see you in the next class. Thank you.